ക്യാബിനറ്റ് മന്ത്രിമാരും വകുപ്പുകളും. ക്യാബിനറ്റ് മന്ത്രിമാരും വകുപ്പുകളും. മൂന്നാം തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്തു. മൂന്നാം തവണയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്തത്. പ്രധാനമന്ത്രി ഉൾപ്പെടെ മൊത്തം 72 മന്ത്രിമാർ. വനിതാ മന്ത്രിമാരുടെ എണ്ണം 7. ക്യാബിനറ്റ് മന്ത്രിമാർ 30. സഹമന്ത്രിമാർ 36. മലയാളികളായിട്ടുള്ള സഹമന്ത്രിമാർ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ. സുരേഷ് ഗോപി, ജോർജ് കുര്യനാണ് മലയാളികളായിട്ടുള്ള സഹമന്ത്രിമാർ. സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാർ 5. സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാർ 5. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വകുപ്പുകൾ: ആണവോർജ വകുപ്പ്, ബഹിരാകാശ വകുപ്പ്, പേഴ്സണൽ പൊതുപരാതി പരിഹാരം, പെൻഷൻ. ഒരു മന്ത്രിക്കും അനുവദിച്ചിട്ടില്ലാത്ത മറ്റ് എല്ലാ വകുപ്പുകളും പ്രധാനപ്പെട്ട എല്ലാ നയപരമായ വിഷയങ്ങളും. ആണവോർജ വകുപ്പ്, ബഹിരാകാശ വകുപ്പ്, പേഴ്സണൽ പൊതുപരാതി പരിഹാരം, പെൻഷൻ. ഒരു മന്ത്രിക്കും അനുവദിച്ചിട്ടില്ലാത്ത മറ്റ് എല്ലാ വകുപ്പുകളും പ്രധാനപ്പെട്ട എല്ലാ നയപരമായ വിഷയങ്ങളും. രാജ്നാഥ് സിംഗ് പ്രതിരോധം. രാജ്നാഥ് സിംഗ് പ്രതിരോധം. അമിത് ഷാ ആഭ്യന്തരം സഹകരണം. നിതിൻ ഗഡ്കരി റോഡ് ഗതാഗതം ഹൈവേ. റോഡ് ഗതാഗതം ഹൈവേ. ജഗത് പ്രകാശ് നഡ്ഡ ആരോഗ്യം കുടുംബക്ഷേമം രാസവളം. ജഗത് പ്രകാശ് നഡ്ഡ, JP നഡ്ഡ എന്ന് പറയാം. JP നഡ്ഡ ആരോഗ്യം കുടുംബക്ഷേമം രാസവളം. ഇനി അടുത്തതിനൊരു കോഡ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ നോക്കാമെന്ന് നോക്കാം. രാജ്നാഥ് സിംഗ് പ്രതിരോധം. രാജാവാണ് പ്രതിരോധ കാര്യങ്ങളൊക്കെ അല്ലേ. രാജാവാണ് പ്രതിരോധ കാര്യങ്ങളൊക്കെ നോക്കുക. ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധ കാര്യങ്ങൾ ആരാ നോക്കുക? രാജാവാണ് അല്ലേ. അപ്പോൾ രാജ്നാഥ് സിംഗ് പ്രതിരോധം. രാജ്നാഥ് സിംഗ് പ്രതിരോധം. അമിത് ഷാ ആഭ്യന്തരം സഹകരണം. നമ്മൾ ആഭ്യന്തര കാര്യങ്ങളിൽ, അതായത് വേറൊരു കുടുംബത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കൂടുതൽ സഹകരിക്കാൻ പോയാൽ, അമിതമായി സഹകരിച്ച അവിടെ എന്തുണ്ടാവുക? അവിടെ പ്രശ്നങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ അമിത് ഷാ അമിതമായി, അതായത് ഒരു വീടിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അമിതമായി ഇടപെട്ടാൽ, അമിത് ഷാ ഇടപെട്ടാൽ, അമിതമായി സഹകരിച്ചാൽ മനസ്സിലായോ? അപ്പോൾ നമുക്കിതിൽ നിന്ന് അമിതമായി എന്ന് പറയുമ്പോൾ അമിത് ഷാ. ഏതൊക്കെയാണ്? ആഭ്യന്തരം സഹകരണം. ആഭ്യന്തരം സഹകരണം അമിത് ഷാ. വേറൊരു വീടിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അമിതമായി സഹകരിച്ചാൽ അവിടെ അടിയുണ്ടാവും. അപ്പോൾ അമിത് ഷാ ആഭ്യന്തരം സഹകരണം. അടുത്തത് നിതിൻ ഗഡ്കരി. നിതിൻ ഗഡ്കരി നമ്മൾ റോഡൊക്കെ കീലി എന്നത് എന്തിട്ട് ഉപയോഗിച്ചിട്ട്? ടാർ ഉപയോഗിച്ചിട്ട്. അതിനൊരു കരിയില കളറല്ലേ, ബ്ലാക്ക് കളറല്ലേ. അപ്പോൾ അതാലോചിക്കാം. നിതിൻ ഗഡ്കരി നിതിൻ ഗഡ്കരി റോഡ് ഗതാഗതം, റോഡ് ഹൈവേ. റോഡും ഹൈവേ ഒക്കെ കരി ഉപയോഗിച്ചാണ്, കീൽ ചെയ്യണം അല്ലേ. കരി ഉപയോഗിച്ച് റോഡും ഹൈവേയും കീൽ ചെയ്യും. അപ്പോൾ നിതിൻ ഗഡ്കരി. ഇനി ജഗത് പ്രകാശ് നഡ്ഡ, JP നഡ്ഡ ആരോഗ്യം കുടുംബക്ഷേമം രാസവളം. നല്ല വളങ്ങളൊക്കെ ഇട്ട് കൃഷി ചെയ്താലാണ്, നല്ല വളമിട്ടിട്ട് കൃഷി ചെയ്താലാണ് ആരോഗ്യത്തോടെ കുടുംബക്ഷേമം ഉണ്ടാവുള്ളൂ. ആരോഗ്യമുള്ള കുടുംബം ഉണ്ടാവുള്ളൂ. നല്ല വളമിട്ടിട്ട് കൃഷി ചെയ്താലാണ് ആരോഗ്യമുള്ള കുടുംബം ഉണ്ടാകുള്ളൂ. അങ്ങനത്തെ കുടുംബം, അതായത് ജഗത്തിന് പ്രകാശം കൊടുക്കുന്ന, ജഗത്തിന് പ്രകാശം കൊടുക്കുന്ന ഒരു കുടുംബം ഉണ്ടാകുകയുള്ളൂ. നല്ല വളമിട്ട് കൃഷി ചെയ്താൽ ആരോഗ്യമുള്ള കുടുംബം ഉണ്ടാകും. അപ്പോൾ ജഗത് പ്രകാശ് നഡ്ഡ വളമാണ് വരുന്നത്.
ആരോഗ്യം കുടുംബക്ഷേമം വരുന്നു. ഓക്കെ, അപ്പോൾ രാജ്നാഥ് സിംഗ് പ്രതിരോധം, അമിത് ഷാ ആഭ്യന്തരം സഹകരണം, നിതിൻ ഗഡ്കരി റോഡ് ഗതാഗതം ഹൈവേ, ജഗത് പ്രകാശ് നഡ്ഡ ആരോഗ്യം കുടുംബക്ഷേമം രാസവളം. അടുത്തത് ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി കാർഷിക ക്ഷേമം ഗ്രാമവികസനം. ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി കാർഷിക ക്ഷേമം ഗ്രാമവികസനം. നിർമ്മല സീതാരാമൻ ധനകാര്യം കോർപ്പറേറ്റ് കാര്യം. നിർമ്മല സീതാരാമൻ ധനകാര്യം കോർപ്പറേറ്റ് കാര്യം. ഡോക്ടർ എസ് ജയശങ്കർ വിദേശകാര്യം. ഡോക്ടർ എസ് ജയശങ്കർ വിദേശകാര്യം. മനോഹർലാൽ ഖട്ടർ ഊർജം. മനോഹർലാൽ ഖട്ടർ ഊർജം. എച്ച് ഡി കുമാരസ്വാമി ഘനവ്യവസായം ഉരുക്ക്. എച്ച് ഡി കുമാരസ്വാമി ഘനവ്യവസായം ഉരുക്ക്. ആദ്യത്തെ നോക്കാം. ശിവരാജ് സിംഗ് ചൗഹാൻ. ശിവരാജ് സിംഗ് ചൗഹാൻ ചൗഹാന്മാരാണ് കൃഷി ചെയ്ത് കാർഷിക ക്ഷേമമുണ്ടാക്കി ഗ്രാമം വികസിപ്പിക്കുക. കാർഷിക ക്ഷേമം ഉണ്ടാക്കി ഗ്രാമം വികസിപ്പിക്കുക. ആരാണ്? ചൗഹാന്മാർ. ചൗഹാന്മാർ എന്ന് പറയുമ്പോൾ ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി കാർഷിക ക്ഷേമം ഗ്രാമവികസനം. ഗ്രാമവികസനം കൃഷി കാർഷിക ക്ഷേമം ഗ്രാമവികസനം. ചൗഹാൻ. ശിവരാജ് സിംഗ് ചൗഹാൻ. നിർമ്മല സീതാരാമൻ അതെല്ലാവർക്കും അറിയുന്നതാണ്. ധനകാര്യം കോർപ്പറേറ്റ്. നിർമ്മല സീതാരാമൻ ധനകാര്യം കോർപ്പറേറ്റ് കാര്യം. ഡോക്ടർ എസ് ജയശങ്കർ വിദേശകാര്യം. ഡോക്ടർ എസ് ജയശങ്കർ. എല്ലാത്തിലും ജയിച്ചാലാണ് വിദേശത്തേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലേ? ജയിച്ചാൽ വിദേശത്തേക്ക് പോകാം അല്ലേ? വിദേശത്തേക്ക് പോകാം. ജയിച്ചാൽ മാത്രമേ നമുക്ക് വിദേശത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഡോക്ടർ എസ് ജയശങ്കർ വിദേശകാര്യം. മനോഹർലാൽ ഖട്ടർ ഊർജം. മനോഹർലാൽ ഖട്ടർ ഊർജം. മനോഹർലാൽ ഖട്ടർ ഊർജം. എച്ച് ഡി കുമാരസ്വാമി ഘനവ്യവസായം ഉരുക്ക്. കുമാരന്മാരായാലാണ് അവർക്കാണ് ഉരുക്ക് പോലത്തെ ശരീരവും വ്യവസായങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക അല്ലേ? കുമാരന്മാർക്കാണ് ഉരുക്ക് പോലത്തെ ശരീരം ഉണ്ടാവും, വ്യവസായങ്ങൾ ചെയ്യാൻ പറ്റും അല്ലേ? കുമാരസ്വാമി. എച്ച് ഡി കുമാരസ്വാമി ഘനവ്യവസായം ഉരുക്ക്. അപ്പോൾ കുമാരസ്വാമി എന്നാലോചിക്കുമ്പോൾ ഘനവ്യവസായം ഉരുക്ക്. ഇനി ഘനവ്യവസായം ഉരുക്കും തന്നാൽ സ്റ്റീലും തന്നാൽ ആരാണ്? എച്ച് ഡി കുമാരസ്വാമി. ഉരുക്ക് എന്ന് പറയുമ്പോൾ കുമാരസ്വാമി എന്ന് ഓർത്തു വയ്ക്കുക. പീയൂഷ് ഗോയൽ വാണിജ്യം വ്യവസായം. പീയൂഷ് ഗോയൽ വാണിജ്യം വ്യവസായം. ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസം. ഏറ്റവും പ്രാധാന്യം വിദ്യാഭ്യാസത്തിനാണ് അല്ലേ? പ്രാധാന്യം വിദ്യാഭ്യാസത്തിനാണ്. വിദ്യാഭ്യാസം. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസം അല്ലേ? ജിതിൻ റാം മാഞ്ചി ചെറുകിട ഇടത്തരം വ്യവസായം. ചെറുകിട ഇടത്തരം വ്യവസായം. ജിതിൻ റാം മാഞ്ചി. ചെറുകിട ഇടത്തരം വ്യവസായങ്ങളൊക്കെ മൂഞ്ചി പോകാറാണ് പതിവ്. അപ്പം മാഞ്ചി എന്ന് പറഞ്ഞാൽ മൂഞ്ചി പോകാറാണ് പതിവ് അല്ലേ? റാണ് പതിവ്. ജിതിൻ റാം മാഞ്ചി. ജിതിൻ റാം മാഞ്ചി. ചെറുകിട ഇടത്തരം വ്യവസായങ്ങളൊക്കെ മൂഞ്ചി പോകാറാണ് പതിവ്. മൂഞ്ചി പോകാറാണ് പതിവ്. ആലോചിച്ചാൽ മതി. അപ്പം ജിതിൻ റാം മാഞ്ചി. ഇനി രാജീവ് രഞ്ജൻ സിംഗ്. രാജീവ് രഞ്ജൻ സിംഗ്. രാജീവ് രഞ്ജൻ സിംഗ് എന്താ പറയാം? രഞ്ജൻ സിംഗ് ആണ് മത്സ്യ മൃഗ ക്ഷീര വ്യവസായം പഞ്ചായത്തിൽ നോക്കുന്നത് ആരാണ് നോക്കുന്നത്? രാജീവ് രഞ്ജൻ സിംഗ്. രഞ്ജൻ സിംഗ് ആണ് മത്സ്യ മൃഗ ക്ഷീര വ്യവസായം പഞ്ചായത്തിൽ നോക്കുന്നത്. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. രഞ്ജൻ സിംഗ് ആണ് മത്സ്യ മൃഗ ക്ഷീര വ്യവസായം പഞ്ചായത്തിൽ നോക്കുന്നത്. രാജീവ് രഞ്ജൻ സിംഗ് പഞ്ചായത്തി രാജ് ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസനം. പഞ്ചായത്തി രാജ് ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസനം. രഞ്ജൻ സിംഗ് ആണ് മത്സ്യ മൃഗ ക്ഷീര വ്യവസായങ്ങൾ പഞ്ചായത്തി രാജ്. 4 കിട്ടും. മത്സ്യം മൃഗസംരക്ഷണം ഫിഷറീസ് ക്ഷീരവികസനം
പഞ്ചായത്തി രാജ്. നോക്കുന്നത് ആരാണ്? രഞ്ജൻ സിംഗ്. സർബാനന്ദ സോനോവാൾ തുറമുഖം, ഷിപ്പിംഗ്, ജലഗതാഗതം. സർബാനന്ദ സോനോവാൾ തുറമുഖം, ഷിപ്പിംഗ്, ജലഗതാഗതം. ഡോക്ടർ വീരേന്ദ്രകുമാർ സാമൂഹിക നീതി. ഡോക്ടർ വീരേന്ദ്രകുമാർ സാമൂഹിക നീതി. രാം മോഹൻ നായിഡു വ്യോമയാനം. രാം മോഹൻ നായിഡു വ്യോമയാനം. പ്രഹ്ലാദ് ജോഷി ഉപഭോക്തകാര്യം, ഭക്ഷ്യ പൊതുവിതരണം, പുനഃസൃഷ്ടിക്കാവുന്ന ഊർജം. പ്രഹ്ലാദ് ജോഷി ഉപഭോക്തകാര്യം, ഭക്ഷ്യ പൊതുവിതരണം, പുനഃസൃഷ്ടിക്കാവുന്ന ഊർജം. ജുവൈൽ ഒറം പട്ടികവർഗം. ജുവൈൽ ഒറം പട്ടികവർഗം. സർബാനന്ദ സോനോവാൾ തുറമുഖം, ഷിപ്പിംഗ്, ജലഗതാഗതം. അപ്പോൾ ഇത് മൂന്നെണ്ണം വെള്ളവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇത് സർബത്ത് എന്ന് പഠിച്ചാൽ മതി. സർബത്ത് വെള്ളം. സർബത്ത് വെള്ളം. ഈ വെള്ളത്തിൽ എന്തൊക്കെ വരും? ഇത് മൂന്നെണ്ണം വരും. അതായത് തുറമുഖം വരും, ഷിപ്പിംഗ് വരും, പിന്നെ ജലഗതാഗതം. ഓക്കെ. സർബത്ത് വെള്ളം. സർബത്ത് വെള്ളം എന്താ? സർബത്ത് വെള്ളം സർബാനന്ദ സോനോവാൾ. വെള്ളത്തിലെ തുറമുഖം വരും, ഷിപ്പിംഗ് വരും, ജലഗതാഗതം വരും. ഇനി ഡോക്ടർ വീരേന്ദ്രകുമാർ സാമൂഹിക നീതി. വീരേന്ദ്ര സാമൂഹിക നീതി അങ്ങനെ പഠിച്ചാൽ മതി. വീരേന്ദ്ര സാമൂഹിക നീതി, അല്ലെങ്കിൽ വീര സാമൂഹിക നീതി. വീര സാമൂഹിക നീതി. രാം മോഹൻ നായിഡു വ്യോമയാനം. റാം മോഹൻ നായിഡു വ്യോമയാനം. അപ്പോൾ വ്യോമയാനത്തിൽ കയറാൻ മോഹം. വ്യോമയാനത്തിൽ, അതായത് പ്ലെയിനിൽ കയറാൻ മോഹം. വ്യോമയാനത്തിൽ, വ്യോമയാത്ര ചെയ്യാൻ മോഹം. അങ്ങനെ എഴുതിയാൽ മതി. വ്യോമയാത്ര ചെയ്യാൻ മോഹം. അടുത്തത് പ്രഹ്ലാദ് ജോഷി ഉപഭോക്തകാര്യം, ഭക്ഷ്യ പൊതുവിതരണം, പുനഃസൃഷ്ടിക്കാവുന്ന ഊർജം. പ്രഹ്ലാദ് ജോഷിയാണ് ഭക്ഷ്യ പൊതുവിതരണം, ഉപഭോക്തകാര്യം, ഊർജം, പുനഃസൃഷ്ടിക്കാവുന്ന ഊർജം. അതായത് ജോഷിയാണ് ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തകാര്യത്തിൽ നിന്ന് പുതിയ ഊർജം ഉണ്ടാക്കുന്നത്. ജോഷിയാണ് ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യത്തിൽ നിന്ന് പുതിയ ഊർജം ഉണ്ടാക്കുന്നത്. പ്രഹ്ലാദ് ജോഷി ഉപഭോക്തൃകാര്യം, ഭക്ഷ്യ പൊതുവിതരണം, പുനഃസൃഷ്ടിക്കാവുന്ന ഊർജം. ജുവൈൽ ഒറം പട്ടിക നിർത്തിയാൽ മതി. ജുവൈൽ ഒറം പട്ടികവർഗം. അത് ഓർത്തിരുന്നാൽ നമുക്ക് കിട്ടും. അശ്വിനി വൈഷ്ണവ് റെയിൽവേ, വാർത്താവിതരണം, ഇലക്ട്രോണിക്സ്, IT. അശ്വിനി വൈഷ്ണവ് റെയിൽവേ, വാർത്താവിതരണം, ഇലക്ട്രോണിക്സ്, IT. ജ്യോതിരാദിത്യ M സിന്ധ്യ വാർത്താവിനിമയം, വടക്ക് കിഴക്കൻ മേഖലയുടെ വികസനം. വാർത്താവിനിമയം, വടക്ക് കിഴക്കൻ മേഖലയുടെ വികസനം. ഭൂപേന്ദ്ര യാദവ് വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം. അശ്വിനി വൈഷ്ണവ് റെയിൽവേ, വാർത്താവിതരണം, ഇലക്ട്രോണിക്സ്, IT. അശ്വിനി റെയിൽവേയിൽ പോയിട്ടാണ് ഇലക്ട്രോണിക്സും ITയും പഠിച്ചിട്ടാണ് വിതരണം ചെയ്യുന്നത്. അശ്വിനി റെയിൽവേയിൽ പോയിട്ട് ഇലക്ട്രോണിക്സും ITയും പഠിച്ചിട്ടാണ് വാർത്താവിതരണം ചെയ്യുന്നത്. അശ്വിനി വൈഷ്ണവ് റെയിൽവേ, വാർത്താവിതരണം, ഇലക്ട്രോണിക്സ്, IT. ജ്യോതിരാദിത്യ M സിന്ധ്യ വാർത്താവിനിമയം, വടക്ക് കിഴക്കൻ മേഖലയുടെ വികസനം. വടക്ക് കിഴക്കൻ മേഖലയിലെ ജ്യോതി വാർത്താവിനിമയം നടത്തുന്നത് വടക്ക് കിഴക്കൻ മേഖലയിലാണ് അല്ലേ? ജ്യോതി വാർത്താവിനിമയം നടത്തുന്നത്,
വിനിമയം നടത്തുന്നത് വടക്കു കിഴക്കൻ മേഖലയിലാണ്. ജ്യോതി വാർത്താവിനിമയം നടത്തുന്നത് വടക്കു കിഴക്കൻ മേഖലയിലാണ്. മറ്റെന്താ, അശ്വനി റെയിൽവേയിൽ പോയിട്ടാണ് ഇലക്ട്രോണിക്സും IT-യും പഠിച്ച് വാർത്താവിതരണം ചെയ്യുന്നത്. ജ്യോതി വാർത്താവിനിമയം ചെയ്യുന്നത് വടക്കു കിഴക്കൻ മേഖലയിലാണ്. അടുത്തത് ഭൂപേന്ദ്ര യാദവ്, വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം. യാദവന്മാരാണ് എന്താ ചെയ്യുന്നത്? വനവും പരിസ്ഥിതിയും നോക്കി പരിസ്ഥിതിയും ശ്രദ്ധിച്ച് കാലാവസ്ഥാ വ്യതിയാനം നോക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം നടത്തുന്നത് യാദവന്മാരാണ്. വനവും പരിസ്ഥിതിയും നോക്കിയിട്ട് കാലാവസ്ഥാ വ്യതിയാനം നടത്തുന്നത്. ഭൂപേന്ദ്ര യാദവ്, വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം. അപ്പോൾ യാദവന്മാരാണ് വനവും പരിസ്ഥിതിയൊക്കെ നോക്കിയിട്ട് കാലാവസ്ഥ വ്യതിയാനം ചെയ്യുന്നത്. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, സാംസ്കാരികം ടൂറിസം. അന്നപൂർണാദേവി, വനിതാ ശിശു വികസനം. കിരൺ റിജ്ജു, പാർലമെൻ്ററി കാര്യം, ന്യൂനപക്ഷ കാര്യം. ഹർദീപ് സിംഗ് പുരി, പെട്രോളിയം, പ്രകൃതി വാതകം. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, സാംസ്കാരികം ടൂറിസം. നമ്മൾ ആന ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ? ഈ കേരളത്തിൻ്റെ സംസ്കാരത്തിനും ടൂറിസത്തിനൊക്കെ ആന ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ? ആന എന്ന് പറഞ്ഞിട്ടാണ് ഗജം. അപ്പോൾ സംസ്കാരവും ടൂറിസമൊക്കെ വന്നു കഴിഞ്ഞാൽ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. സംസ്കാരം ടൂറിസം വന്നു കഴിഞ്ഞാൽ ആനനെ ആലോചിക്കുക, ആന ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. അന്നപൂർണാദേവി, വനിതാ ശിശു വികസനം. വനിതയ്ക്കും ശിശുക്കൾക്കും എന്ത് വേണം? അന്നം വേണം. വനിതാ ശിശു അന്നം കൊടുക്കുന്നത് അന്നപൂർണാദേവിയാണ്. പൂർണാദേവിയാണ്. വനിതകൾക്കും ശിശുക്കൾക്കും അന്നം നൽകുന്നത് അന്നപൂർണാദേവിയാണ്. വനിതാ ശിശു വികസനം അന്നപൂർണാദേവി. കിരൺ റിജ്ജു, പാർലമെൻ്ററി കാര്യം, ന്യൂനപക്ഷം. കിരൺ പാർലമെൻ്ററി എന്ന് എഴുതിയാൽ മതി. കിരൺ ന്യൂനപക്ഷം, കിരൺ റിജ്ജു ന്യൂനപക്ഷകാര്യം, പാർലമെൻ്ററി കാര്യം. അപ്പോൾ 3 കിട്ടും. കിരൺ റിജ്ജു ന്യൂനപക്ഷകാര്യം, പാർലമെൻ്ററി കാര്യം. ഹർദീപ് സിംഗ് പുരി, ദ്വീപിലാണ് പെട്രോളിയം പ്രകൃതിവാതകമൊക്കെ ഖനനം ചെയ്യണം അല്ലേ? ദ്വീപിലെ പെട്രോളിയം പ്രകൃതിവാതകമൊക്കെ ഖനനം ചെയ്യുന്നത് ദ്വീപിലാണ്. പ്രകൃതിവാതകം ഒക്കെ ഖനനം ചെയ്യുന്നത് എവിടെയാണ്? ദ്വീപിലാണ്. മൻസുഖ് മാണ്ഡവ്യ, തൊഴിൽ, യുവജനകാര്യം, കായികം. മൻസുഖ് മാണ്ഡവ്യ, തൊഴിൽ, യുവജനകാര്യം, കായികം. യുവജനതയ്ക്ക് മനസ്സുഖം ഉണ്ടാവണമെങ്കിൽ കായികപരമായും തൊഴിൽപരമായും നല്ല രീതിയിലായിരിക്കണം അല്ലേ? യുവജനത കായികപരമായും തൊഴിൽപരമായും നല്ല രീതിയിലാണെങ്കിൽ അവർക്ക് മനസ്സുഖം ലഭിക്കും. യുവജനത കായികപരമായും തൊഴിൽപരമായും നല്ല രീതിയിലാണെങ്കിൽ മാത്രമാണ് മനസ്സുഖം ലഭിക്കുന്നത്. ജി കിഷൻ റെഡ്ഡി, കൽക്കരി ഖനി. കിഷൻ കൽക്കരി ഖനി എന്നാലോചിച്ച് വെച്ചാൽ മതി. കിഷൻ കൽക്കരി ഖനി. ചിരാഗ് പസ്വാൻ, ഭക്ഷ്യ സംസ്കരണം. CR പാട്ടീൽ, ജലശക്തി. പാട്ടീൽ ജലശക്തി എന്നോർത്ത് വയ്ക്കുക. പാട്ടീൽ ജലശക്തി. CR പാട്ടീൽ ജലശക്തി. അടുത്തത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. 2024 ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആരാണ്? പ്രതിരോധ മന്ത്രിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, നമ്മൾ കോഡിൽ എങ്ങനെയാണ് പഠിച്ചോണേ? രാജാവാണ് പ്രതിരോധിക്കുന്നത് അല്ലേ? രാജാവാണ് പ്രതിരോധിക്കുന്നത്.
രാജാവാണ് പ്രതിരോധിക്കുന്നത്. ഒരു രാജ്യത്തെ പ്രതിരോധിച്ച് നിർത്തുന്നത് ആരാ? മറ്റു രാജ്യങ്ങളിൽ നിന്ന് പ്രതിരോധിച്ച് നിർത്തുന്നത് ആരാ? രാജാവാണ്. അപ്പോൾ ആരാ ഇതിൽ നോക്കുമ്പോഴും നമുക്ക് പിടികിട്ടും. രാജ്നാഥ് സിംഗ്. രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. അടുത്തത് 2024 ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ആരാണ്? ആഭ്യന്തരമന്ത്രി. ഇപ്പം ഇതിൻ്റെ കോഡ് എന്താ? ആഭ്യന്തരത്തിൽ അമിതമായി ഇടപെട്ടാൽ എന്തുണ്ടാവും? അമിതമായി സഹകരിച്ചാൽ വഴക്കുണ്ടാവും അല്ലേ? സഹകരിച്ചാൽ വഴക്കുണ്ടാവും. അപ്പോൾ അമിത്ഷാ ഏതൊക്കെയാണ്? ആഭ്യന്തരവും സഹകരണം. അപ്പോൾ ഏതാ വരുന്ന? അമിത്ഷായാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി. അമിത്ഷാ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഇന്ത്യയുടെ റോഡ് ഗതാഗതം ആൻഡ് ഹൈവേ മന്ത്രി ആരാണ്? റോഡ് ഗതാഗതം ആൻഡ് ഹൈവേ മന്ത്രി അല്ലേ? റോഡ് കരി എന്നാലോചിക്കുക. അപ്പോൾ നമുക്ക് ഏതാ വരുന്നത്? നിതിൻ ഗഡ്കരി. 2024 ഇന്ത്യയുടെ റോഡ് ഗതാഗതം ഹൈവേ മന്ത്രി ആരാണ്? നിതിൻ ഗഡ്കരി. 2024 ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ആരാണ്? വിദേശകാര്യമന്ത്രിയാണ് ചോദിച്ചിരിക്കുന്നത്. വിദേശകാര്യമന്ത്രി ആരാ? എസ് ജയശങ്കർ. എല്ലാത്തിലും ജയിച്ചാലേ എങ്ങോട്ട് പോകാൻ പറ്റൂ? ജയിച്ചാലേ വിദേശത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ കോഡ്. വിദേശത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതാ? ഡോക്ടർ എസ് ജയശങ്കർ. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. ഇന്ത്യയുടെ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രി. എന്നിട്ടാ പറഞ്ഞത്? ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ മൂഞ്ചുകയാണ് പതിവ് അല്ലേ? മൂഞ്ചിപ്പോയി. ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ മൂഞ്ചിപ്പോയി. അപ്പോൾ ഏതാ പറഞ്ഞത്? മാഞ്ചി. ജിതിൻ റാം മാഞ്ചി. ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രി ജിതിൻ റാം മാഞ്ചി. 2024 ഇന്ത്യയുടെ പട്ടികവർഗ വകുപ്പ് മന്ത്രി ആരാണ്? പട്ടികവർഗ വകുപ്പ് എന്താ? ജുവൽ ഓറമാണ് പട്ടികവർഗ വകുപ്പ് മന്ത്രി. ജുവൽ ഓറം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ജലഗതാഗത വകുപ്പ് മന്ത്രി. ഇതെങ്ങനെയാണ് ഓർത്ത് വയ്ക്കാൻ പറഞ്ഞിരിക്കണം? സർബത്ത് വെള്ളം അല്ലേ? സർബത്ത് വെള്ളം. അപ്പോൾ ഏതാ വരുന്നത്? സർബാനന്ദ സോനോവാൾ. സർബത്ത് വെള്ളം വരുമ്പോൾ അത് ജലമാണ് അല്ലേ? ജലഗതാഗതം വെള്ളം. സർബത്ത് വെള്ളം എന്ന് വരുമ്പോൾ സർബാനന്ദ സോനോവാൾ. ഇന്ത്യയുടെ ഉരുക്ക് ഘന വ്യവസായ മന്ത്രി. ഏതാ ഉരുക്ക് പോലെ ഇരിക്കുന്നത്? കുമാരന്മാരുടെ ശരീരം അല്ലേ? ഉരുക്ക് പോലെ ഇരിക്കുന്നത് കുമാരന്മാരുടെ ശരീരമാണെന്ന് പറഞ്ഞത്. കുമാരന്മാരുടെ ശരീരം. അപ്പോൾ നമ്മളെ കോഡ് വെച്ചിട്ട് നമുക്ക് വേഗം കിട്ടുന്നുണ്ട്. ആ കോഡ് ഓർമ്മിച്ച് വെച്ചാൽ വേഗം നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് എടുക്കാൻ പറ്റും. HD കുമാരസ്വാമി. ഉരുക്ക് ഘന വ്യവസായ മന്ത്രി HD കുമാരസ്വാമി. ഇന്ത്യയുടെ കൃഷി കാർഷിക വികസന മന്ത്രി ആരാണ്? ചൗഹാന്മാരാണ് കൃഷിയും കാർഷിക വികസനവും ചെയ്യുന്നത് അല്ലേ? ചൗഹാന്മാരാണ് കൃഷിയും കാർഷിക വികസനവും ചെയ്യുന്നത്. ശിവരാജ് സിംഗ് ചൗഹാൻ. ഇന്ത്യയുടെ കൃഷി കാർഷിക വികസന മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ. ഇന്ത്യയുടെ വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണാദേവി അല്ലേ? വനിതയ്ക്കും ശിശുക്കൾക്കും അന്നം കൊടുക്കുന്നത് ആരാണ്? അന്നപൂർണാദേവി. ഇന്ത്യയുടെ വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണാദേവി.